ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവരൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ 2-3 ദിവസത്തെ പരിപാടി ഒരു ദിവസത്തെ വ്ളോഗാക്കിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കും കാണാൻ ബുദ്ധിമുട്ടാണ്. ഇത് ഒറ്റ ഒരു വീഡിയോയിൽ എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ മെഹന്തി നൈറ്റ് കല്യാണത്തിൻ്റെ കല്യാണത്തിൻ്റെ അന്നത്തെ പെണ്ണിൻ്റെ വീട്ടിലത്തെ പരിപാടി, ചെക്കൻ്റെ അവിടുത്തെ പരിപാടി ഒക്കെ കൂടെ ആയിട്ടോ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. കുറേയൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എടുത്തതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ മെഹന്തി നൈറ്റിൻ്റെ പരിപാടിയായിട്ടോ നിങ്ങൾ ആദ്യം തന്നെ കാണാൻ പോകുന്നത്. അതിനിതാ നമ്മൾ അവളെ ഉമ്മാൻ്റെ സാരിയായിരുന്നു വെച്ചാൽ അവളെ ഉമ്മ കല്യാണത്തിന് എടുത്ത സാരിയാണല്ലോ ഇപ്പം ട്രെൻഡ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മെഹന്തിയും അതുപോലെ തന്നെ മുല്ലപ്പൊക്കെ വെച്ചു. അങ്ങനെ നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവളെ കയ്യിലോട്ട് ഈ ഒരു സംഭവം കൊടുക്കുന്ന ഒരു വീഡിയോസും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവളെ കയ്യിലോട്ട് കൊടുത്തിട്ട് നമ്മൾ അവളെ ഈ ഒരു ഡ്രസ്സ് അണിയിച്ചിട്ട് നമ്മൾ താഴത്തെ സ്റ്റേജിൽ നിന്ന് കുറച്ച് വീഡിയോസ് ഫോട്ടോസ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ പിന്നെ മെഹന്തി ഇടയിൽ പരിപാടികളൊക്കെയാണ്. സ്റ്റേജ് കണ്ടാൽ മക്കൾസ് വെറുതെ ഇരിക്കില്ലല്ലോ. അങ്ങനെ നമ്മളെല്ലാവരും പച്ച കളർ ടച്ചുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ മക്കൾസ് മെഹന്തി ഇട്ട് കൊടുക്കുന്ന ഒരു ഇതാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഇത് അവളെ 2 അനിയത്തിമാരാണ്. ഇതിലൊന്നും ഞാൻ ഫേസ് ഇൻക്ലൂഡ് ആക്കുന്നത്. പിന്നെ ഞാൻ കുറേ വീഡിയോസ് എടുത്തതുണ്ട്, പക്ഷേ അതിലൊക്കെ നമ്മുടെ ഫാമിലി ഇൻക്ലൂഡ് ആയതുകൊണ്ട് ഞാൻ ആ വീഡിയോസൊന്നും നിങ്ങളെ കാണിക്കുന്നത്. ഇനി നമുക്ക് കല്യാണത്തിൻ്റെ തലേന്നത്തെ വിശേഷത്തിൽ കാണുന്ന കേട്ടോ പെണ്ണിൻ്റെ റൂം. അപ്പോൾ പെണ്ണിൻ്റെ റൂമൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. റൂമിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് എവിടെയൊക്കെ എടുത്തു, പിന്നെ ഞാൻ വിട്ടുപോയി. അപ്പോൾ താഴത്തതാ അവൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫോട്ടോഷൂട്ടിൻ്റെ കാര്യത്തിന് തിരക്കിലൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇതാ അവൾ ഫാമിലി എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുത്തു. പിന്നെ കല്യാണത്തിൻ്റെ തലേന്ന് ആൾക്കാർ വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പം മഗ്‌രിബ് കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ട് പിന്നെ നമ്മളൊക്കെ സാരി ആയിരുന്നു കേട്ടോ. സാരിയൊക്കെ ഇട്ടതിൻ്റെ ഒരു മെനക്കെട് ഞങ്ങൾക്ക് അറിയാം. അത് വെച്ച് കൈമലൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ സാരി തന്നെ കേട്ടോ പൊക്കിയിട്ടുണ്ടായിരുന്നത് ഉടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ തലേന്നത്തെ മഗ്‌രിബ് ഇശാ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മുട്ടിപ്പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെളിച്ചൊക്കെ പോകുന്നതിന് മുന്നേ കുറച്ച് ഫോട്ടോസ് അവളത് പുറത്ത് പോയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവളെ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. പിന്നെ നമ്മൾ കുറച്ച് നേരം മുട്ടിപ്പാട്ട് പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. ഫാമിലി ഫോട്ടോസ് പിന്നെ ഓരോ ഫാമിലി ആയിട്ട് നിന്നിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഒരു 8:30 ആയ സമയത്ത് ചെക്കൻ്റെ 2 റിലേറ്റീവ്സും അതുപോലെ തന്നെ പെങ്ങളും അനിയനും നിക്കാഹിന് ഇടാനുള്ള പിറ്റേ ദിവസം ഇടാനുള്ള ഡ്രസ്സ് കൊണ്ടുകൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇവിടെ മുട്ടിപ്പാട്ടിനുള്ള സ്റ്റേജൊക്കെ റെഡി ആവുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക് കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഇത് ആരെ കല്യാണം ഞാൻ പറഞ്ഞില്ല തോന്നുന്നു. ഇതെൻ്റെ വലിയ അമ്മോനാട്ടോ. ഇത് ചെറിയ അമ്മോൻ്റെ മോളെ കല്യാണമാണ്. പിന്നെ ഇവിടെ മുട്ടിപ്പാട്ട് പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ. പിന്നെ നല്ല വൈബ്. ഞാൻ എന്തായാലും അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. എന്തായാലും ചെക്കന്മാരൊക്കെ ഇറങ്ങി അടിപൊളിയായിട്ട് ഡാൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളിത് മുട്ടിപ്പാട്ട് കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ തന്നെ 9 മണി ആയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം തന്നെ നമ്മുടെ വലിയ അമ്മോൻ്റെ ചെറിയ മോൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ആള് പുറത്തായിരുന്നു വെച്ചാൽ പഠിക്കാൻ പോയതായിരുന്നു കേട്ടോ, ഡോക്ടർ വിഭാഗം. ആള് സർപ്രൈസ് ആയിട്ട് 12 മണിക്ക് ശേഷം വന്നിട്ടുണ്ടായിരുന്നു. ഇത് ചെക്കൻ്റെ അനിയനാട്ടോ. ആള് നല്ല മടിയാണ്. നമ്മൾ ഫേസ് തരുന്നില്ലായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ഫേസ് തരാത്തത് ആൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വലിയ അമ്മൻ്റെ ചെറിയ മോന് വന്നിട്ടുണ്ടായിരുന്നു സർപ്രൈസ് ആയിട്ട്. അവൻ വരുന്നുണ്ടെന്ന് നമുക്കൊരു സൂചന പോലും കിട്ടിയിട്ടില്ല കേട്ടോ. അവനക്ക് എക്സാമാണ് വരാൻ കഴിയൂല എന്നാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പരിപാടിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോയ സമയത്തായിട്ട് അവൻ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട്ടിലേക്ക് വന്ന് എല്ലാവരും ഡോറിനും മുട്ടിയിട്ട് അവൻ സർപ്രൈസ് വന്നു കേട്ടോ. നമ്മൾ തന്നെ നെറ്റിപ്പോയി. ഞാൻ ജസ്റ്റ് ആ ഫസ്റ്റ് എൻട്രി വീഡിയോ ഞാൻ ാക്കിയിട്ട് കഴിച്ചു കേട്ടോ. ഇനി നമ്മുടെ കല്യാണ ദിവസം നോക്കാം. അങ്ങനെ രാവിലെ തന്നെ ബ്യൂട്ടീഷ്യനൊക്കെ വന്ന് പെണ്ണിനെ ഒരുക്കുന്ന തിരക്കാട്ടോ. അപ്പം നിക്കാഹിന് പള്ളിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഡേറ്റ്സും നട്ട്സും കാര്യങ്ങളും മിഠായി കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ചായയുടെയൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം ഇവിടെ അവിടെയൊക്കെ ആയിട്ട് ഞാൻ തിരിഞ്ഞ് കളിച്ചു കേട്ടോ. പിന്നെ പെണ്ണിനെ ഒരുക്കുന്നിടത്ത് കുറച്ചധികം നേരം ഞാൻ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് തന്നെ ആൽബത്തിൽ നമ്മൾ ഫോട്ടോ കുറവായിരിക്കും കേട്ടോ. കാരണം മര്യാദയ്ക്ക് ഫോട്ടോ എടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ ഒരുക്കുന്ന ഭാഗത്തേക്ക് വന്ന് ഞാൻ ജസ്റ്റ് അവിടുത്തെ ഒക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ അവൾ സാരി ആയിരുന്നു കേട്ടോ അവിടുന്ന്
കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ സാരിയാണ് ഇട്ട്. പിന്നെ അവളെ ഹിജാബൊക്കെ റോൾ ചെയ്ത് ഔട്ട്ഫിറ്റും മേക്കപ്പ് ലുക്കും അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ വേണമെങ്കിൽ അവരെ കോൺടാക്ട് നമ്പർ ഈ ഒരു വീഡിയോൻ്റെ അടിയിലായിട്ട് കൊടുക്കാം കേട്ടോ. എന്തായാലും അടിപൊളി തന്നെ ആയിരുന്നു. മഞ്ചേരിയുള്ള ആളാട്ടോ ബ്യൂട്ടീഷ്യൻ വരുന്നത്. എന്തായാലും അടിപൊളി ലുക്കുമായിരുന്നു. അവളെ ബ്ലൗസൊക്കെ ഫുൾ ഹാൻഡ് വർക്ക് തന്നെ ആയിരുന്നു കേട്ടോ. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഫുൾ ഹാൻഡ് വർക്കാണ്, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും സാരി ലുക്കിൽ അടിപൊളി തന്നെ ആയിരുന്നു. മണിക്കാട്ടോ നിക്കാഹ് വരുന്നത്. അങ്ങനെ ആണുങ്ങളൊക്കെ പള്ളിയിലേക്ക് പോകുന്ന തിരക്ക് കാര്യങ്ങൾ മാറ്റുന്ന തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടുന്ന് പള്ളിയിൽ വെച്ചിട്ടായിരുന്നു നിക്കാഹ്. ഇവരെ നിക്കാഹ് കഴിഞ്ഞ് നേരെ ഓഡിറ്റോറിയത്തിലേക്കാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ എത്തുന്നതിന് മുന്നേ ചെക്കൻ്റെ ടീം പള്ളിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇവർ പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ആ ഒരു ടൈം നേരെ വൈകിയോണ്ട് ചെക്കൻ്റെ ടീം ആദ്യം ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെണ്ണിൻ്റെ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. ചെക്കൻ്റെ വീട്ടിലേക്കാട്ടോ പോകുന്നത്. അവർ ഇവിടുന്ന് നേരെ അവിടുന്ന് അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവർ ഓഡിറ്റോറിയത്തിലേക്ക് എത്തും. ഇനി ചെക്കൻ്റെ വീട്ടിലെ കല്യാണ പരിപാടി ആട്ടോ. ആഴ്ച വീട്ടിൽ വെച്ചിട്ടല്ല, ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അവരവിടെ വൈകുന്നേരം റിസപ്ഷൻ ആട്ടോ. അപ്പോൾ മോനാണെങ്കിൽ മ്യൂസിക് ഇട്ടപ്പോൾ തുള്ളിച്ചാടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബസ്സുകാർ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ഊട്ടിക്ക് ഒരു അയൽവാസി ടൂർ പോയിട്ടില്ലായിരുന്നോ, നൈബേഴ്സ് എല്ലാവരും കൂടെ. ആ ഒരു ബസ് തന്നെ ആട്ടോ ഈ ഒരു ബസ്. അപ്പോൾ അവരെ നമ്മൾ ഒരിക്കലും മറക്കില്ല. അവരെ സർവീസൊക്കെ അടിപൊളിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ട്രിപ്പ് പോകാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കൂൾ ട്രിപ്പ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ കോളേജ് ട്രിപ്പ് ആയിക്കോട്ടെ, ഫാമിലി ട്രിപ്പ് ആയിക്കോട്ടെ, നൈബേഴ്സ് ട്രിപ്പ് ആയിക്കോട്ടെ, അതിനൊക്കെ ബെസ്റ്റ് അടിപൊളി ടീംസാണ് ഇവരെന്ന് പറഞ്ഞാൽ. നമ്മൾ വൈബിനോടനുസരിച്ച് നിൽക്കുന്നവരുമാണ്. അങ്ങനെ ഇതാ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. ഇനി അവളും എൻട്രി ആണ് ഓഡിറ്റോറിയത്തിലേക്ക്. ഉള്ളിലേക്ക് കയറ്റുന്നതിൻ്റെ ഒരു ആഘോഷങ്ങളാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. എന്ന് വെച്ചാൽ അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. ഇവിടുത്തെ ലുക്ക് എന്ന് പറഞ്ഞാൽ അറേബ്യൻ സ്റ്റൈലായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു ഇവിടുത്തെ ലുക്ക് കാണാനും.
ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒഴിവാക്കാൻ കാരണം കോപ്പിറൈറ്റിന് ഇഷ്യൂ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കല്യാണം അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്. ഷോർട്സിലൂടെ ബാക്കി വീഡിയോസും കാണാം കേട്ടോ.